ഇത് നമുക്ക് 1.5 റുപ്യ ചോദിക്കുന്നതാണ്. 10 മോഡലിന് കുറച്ച് കൊടുക്കാം. ലോൺ കയറും. ലോൺ എന്തേലും മാക്സിമം കിലോമീറ്റർ 80 ജില്ലാനും 120 റുപ്യ വില കേട്ടോ. 1.20 ഡീസൽ വണ്ടി 20 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി കൊടുക്കാം. മോഡല് കൂടിയ വണ്ടി കൊടുക്കും. 2001 മോഡൽ 26 വരെ പേപ്പറൊക്കെ തന്നെ 50,000 റുപ്യക്ക് അൾട്രാ എസിൽ വണ്ടി കൊടുക്കും. പഠിക്കാനും പറ്റും. ചില ഫാമിലിക്കൊക്കെ പറ്റും. 40,000 റുപ്യ കേട്ടോ. 40,000 രൂപ കൊടുക്കാം. മാരുതി ഇവിടെ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ. ഏരിയയില് കാര്യമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സീറ്റാറ്, 4 ഡോർ വിൻഡോ കാര്യം ഒക്കെ വരുന്നുണ്ട്. നമുക്ക് 95 റുപ്യ കൊടുക്കാം. 2017 മോഡല് സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് കമ്പനി സർവീസ്, ഹിസ്റ്ററി ഒക്കെ അല്ലേ. എർട്ടിക്ക ഹൈബ്രിഡ് 7 മോഡല് 27 പേപ്പറും കാര്യമൊക്കെ അല്ലേ. MTFI വണ്ടി. MPFI ആണ്. മാരുതി 27 പേപ്പറിന് 65,000 റുപ്യ കേട്ടോ. വില നമുക്ക് 95 റുപ്യ വെക്കണേ. വില നമുക്ക് ഓണറിന്റെ ഇതിലേറെ വേഗം. നമുക്ക് 1.25 ചോദിക്കണേ. എന്തേലും പൊട്ടിച്ച് പുതിയ പേപ്പർ എടുത്തുകൊണ്ട് റിന്യൂവൽ എടുത്ത് 5 കൊല്ലത്തിന് പേപ്പർ ആക്കിട്ട് കൊടുക്കും. നമ്മളങ്ങനെ വീണ്ടും മലപ്പുറം പാണയുള്ള മലപ്പുറം മോട്ടോഴ്സിലെ വീട് എത്തിയിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വീടെത്തിയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ 15-20 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ്, ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്നുള്ള അടിപൊളി ഷോറൂമാണ്. മാരുതി സെന്നുകള് 25,000 മുതലാണ് സ്റ്റാർട്ടിങ് തന്നെ. മാരുതി 800കളാണെങ്കിൽ ഏകദേശം 30,000 38,000 മുതൽ, അൾട്ടോൾ 55,000 മുതൽ, സ്വിഫ്റ്റുകൾ 1.5 ലക്ഷം റുപ്യക്ക് ഫുൾ ഓണിൽ കുറെ വണ്ടികളുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടികൾ കണ്ടമാനുണ്ട്. ഇന്നോള് തുടങ്ങുന്ന ഏകദേശം 2,80,000 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. നമ്മളെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറം റോഡ് പാണായി അറിയും. മഞ്ചേരിന്ന് വരികയാണെങ്കിൽ മലപ്പുറം റോഡിന് 5 കിലോമീറ്റർ, മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ മഞ്ചേരി റോഡിന് 5 കിലോമീറ്റർ, പെരുന്തമണ്ണെന്ന് വരികയാണെങ്കിൽ ആനക്കയത്തുനിന്ന് മലപ്പുറം റോഡിന് 1.25 കിലോമീറ്റർ. ഒക്കെ മലപ്പുറം റോഡിലാണ്. മലപ്പുറം മഞ്ചേരി റോഡിലാണ്. മെയിൻ റോഡിന്റെ വക്കിനെ 2 സ്ഥലത്ത് പോലെ കടന്നു. രണ്ട് സൈഡും അതും നമ്മൾ തന്നെ ഇതും നമ്മൾ തന്നെ. ഞാൻ ആ ഭാഗത്ത് തന്നെ അവിടെ ബസ് ഇറങ്ങി, അവിടെ നിർക്കാം, ഇവിടെ ബസ് ഇറങ്ങി, ഇവിടെ നമ്മളെ കടിയിലാണ് ബസ് ഇറങ്ങണം. പിന്നെ എത്ര മുതൽ തുടങ്ങുന്നുണ്ടോ? നമ്മൾ 25,000 മുതൽ തന്നെ എടുക്കുന്നുണ്ട്, 38,000 മുതൽ മാരുതി എടുക്കുന്നുണ്ട്, 35,000 മുതൽ നാനോ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ വണ്ടികൾ, ചെറുവണ്ടികളാണ്. ചെറുവണ്ടി എല്ലാം കൊടുക്കാം. ചോദിച്ചോളി, വിളിച്ചോളി, ഏതാ വേണ്ടപ്പെടെങ്കിൽ അപ്പൊ വേറെ ഉണ്ടാക്കി തരും. ഏത് വണ്ടിക്ക് വിളിച്ചാലൊക്കെ സെറ്റ് ആയി തരും. മേജർ ആക്സിഡന്റ്, ഫ്ലഡിന് 100% ഗ്യാരണ്ടി ആണല്ലേ? അങ്ങനത്തെ മേജർ വണ്ടി കൊണ്ടുപോകാം. അടുത്ത വർഷാപ്പിലേക്ക് കൊടുക്കുക, ചെക്ക് ചെയ്യുക, ഉറപ്പെടുത്തിയിട്ട് എടുക്കാം. മേജർ കേസ് എന്തുണ്ടെങ്കിലും ഒക്കെ വീഡിയോ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കാം. ചാനൽ കഴിഞ്ഞ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. വീഡിയോയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ബീറ്റ്. നല്ല വൃത്തിയുള്ള വണ്ടി. എസിയും പവർ സ്റ്റാർ, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്നുണ്ട്. എത്ര മോഡൽ? 2013 ലാസ്റ്റ് വണ്ടി. 14 റേസർ ഉണ്ടോ സംശയം ഉണ്ട്. കിലോമീറ്റർ 80 ജില്ലാനും 120 റുപ്യ വില കേട്ടോ. 1.20 ഡീസൽ വണ്ടി 20 മൈലേജ് ഉള്ള വണ്ടി കൊടുക്കാം. മോഡല് കൂടിയ വണ്ടി കൊടുക്കാം. എത്ര ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ അത് കറക്റ്റ് വേണമെങ്കിൽ ചോദിക്കുന്നവർക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കാം. ഡീസല് പെട്രോൾ ആണെങ്കിൽ വേറെ മൈലേജ് 20 എന്ന് പറയില്ല. എങ്ങനെയാലും ഗ്യാരണ്ടി വണ്ടിയാണ്. 1,20,000 അതെ, കുറച്ചെന്തെങ്കിലും ലോൺ നമുക്ക് മാക്സിമം ചെയ്തോളാം. ഡീസൽ. അടുത്ത വണ്ടി ഇൻഡിക്ക വിസ്റ്റ ക്വാട്ര ജെറ്റ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2010 മോഡലാണ്. 10 മോഡല് സെക്കൻഡ് ഓണറോ ഫസ്റ്റ് ഓണറോ ഒക്കെ ആയിട്ടുള്ളൂ. വല്ലാതെ ഓടിച്ച് നല്ല ബോഡി ഷേപ്പിന്റെ വണ്ടിയാണ്. നല്ല സീറ്റാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാർട്ടർ ജെറ്റ് സ്വിഫ്റ്റിന്റെ ഇഞ്ചൻ വരുന്ന വണ്ടിയാട്ടോ. മോഡല് 10 മോഡല് 11 റേസറാ തോന്നുന്നു. എത്ര ചോദിക്കണേ? ഫസ്റ്റ് ഓണറോ 90% തോന്നുന്നു. ഇത് നമുക്ക് 1.5 ചോദിക്കണം. 1,05,000 റുപ്യ. ചിലപ്പോ വരുന്നവർക്ക് 1 ലക്ഷം രൂപ. ഇൻഡിക്ക വിസ്റ്റ ക്വാർട്ടർ ജെറ്റ് മൈലേജ് 20 മൈലേജ് കിട്ടണം. സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. സെക്കൻഡ് അല്ലേ ഫസ്റ്റ്. 90% ഫസ്റ്റ്. 5 വേണമെങ്കിൽ ഇതിൽ തന്നെ ഉണ്ട്. രണ്ടിനും രൂപ എങ്ങനെ മേലേക്ക് പോയിട്ടില്ല. ലോണ് നമുക്ക് ഏകദേശം ചോദിച്ചു നോക്കത്. ഏകദേശം ഗ്യാരണ്ടി ആണ്. നമുക്ക് എത്ര ഉറുപ്പ്യക്ക് ഡീസൽ വണ്ടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് 50 റുപ്യ എങ്ങനെ ഏത് എങ്ങനെ വണ്ടിമാതിരി ചെയ്തു. അടുത്ത വണ്ടി നല്ല അടിപൊളി നീല കളർ മാരുതി 800. മാരുതി ഇത് 2007 മോഡല് 27 പേപ്പറും കാര്യമൊക്കെ അല്ലേ. MTFI വണ്ടി.
MPFI ആണ്. മാരുതി 27 പേപ്പറിന് 65,000 റുപ്യ കേട്ടോ. വണ്ടിക്ക് ചോദിക്കണ്ടേ, കുറച്ചിട്ട് കൊടുക്കാം. സീറ്റാറൊക്കെ ഉഷാറാണ്. ടയറ് കാര്യൊക്കെ അത്യാവശ്യം ഒരു 50-80 ടയർ ഉണ്ട്. ഓട്ടൊക്കെ നമുക്ക് ഓട്ടം സെക്കൻഡ് ഓണറാണ്. ഓട്ടം നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ഇത് തന്നെ കാണുന്നുണ്ടോ നോക്കിട്ട് പറഞ്ഞു 28. അത് ഒന്ന് കഴിഞ്ഞിട്ട് മറിഞ്ഞ ഒന്നിങ്ങനെ തുടങ്ങി. അപ്പൊ 1.28 ആ ലെവലിലാണ് ഓടിക്കുന്നില്ല. MPFI ആണ്. മൈലേജ് 65,000 രൂപ കൊടുക്കാം. 65,000 റുപ്യക്ക് എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് കൊടുക്കാം. പേപ്പറിൽ MTFI. മാരുതിയൊക്കെ 40-30 ഏത് വേണമെങ്കിലും മാരുതിക്ക് ഏത് വേണമെങ്കിലും 48,000 റുപ്യന്റെ AC വണ്ടിന്റെ 35,000 റുപ്യന്റെ വണ്ടിന്റെ എല്ലാ വളമുണ്ട്. ഏത് വേണമെങ്കിലും മാരുതി വേണമെങ്കിൽ പഠിച്ചവർക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ചെറിയ ആൾട്ടോകൾ വണ്ടികൾക്ക് അവർക്ക് ലോൺ ആയിമേ ഷേർട്ട് ലോൺ ഇവിടെ ഇല്ല ഏരിയയിലുള്ളവർക്ക് പകുതി കൊടുക്കാം. 30-35 റുപ്യ ലോൺ കയറും. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് 2006 മോഡൽ 26 വരെ പേപ്പറും കാര്യമൊക്കെ നല്ല അടിപൊളി നല്ല വണ്ടി. കുറഞ്ഞ ഒന്നിന്റെ താഴത്തിൽ കൂടി നല്ല ബാക്ക് വൈപ്പർ വരും. 4 ഡോർ വിൻഡോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഓട്ടം അതിൽ കാണുന്നുണ്ടാവും. മീറ്റർ തന്നെ നോക്കി ഞങ്ങൾക്ക് കാണാം. 1.18 അങ്ങനെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പ് ഫസ്റ്റോ സെക്കൻഡോ തന്നെ കോപ്പി ഉണ്ട്. വേണമെങ്കിൽ നോക്കപ്പോ തന്നെ നോക്കാം. എന്തായാലും വരുന്നുള്ളൂ. റീപ്ലേസും കാര്യം മേജർ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. വിൻഡോ കാര്യമൊക്കെ വരുന്ന വണ്ടി. അതെ അതെ. തട്ടുമുട്ട റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഇല്ല റീപ്ലേസും കാര്യം ഉഷാറുണ്ട്. ഏരിയയില് കാര്യമൊക്കെ നല്ല അടിപൊളി സീറ്റാറ് 4 ഡോർ വിൻഡോ കാര്യം ഒക്കെ വരുന്നുണ്ട്. നമുക്ക് 95 റുപ്യ കൊടുക്കാം. 95,000 വണ്ടി സാൻഡ്രോ 95,000 റുപ്യക്ക് ഫുൾ ഓപ്ഷൻ സാൻഡ്രോ കൊടുക്കാം. അതെ. ലോൺ നമുക്ക് പകുതി കൊടുത്താ 15 ലോൺ 15 മൈലേജും കിട്ടും. അടുത്ത വണ്ടി 7 സീറ്റ് ഈക്വല്. അതെ അതെ. എങ്ങനെ മോഡൽ? ഇത് 2010 മോഡലാണ്. 10 മോഡൽ ഈക്കോ. കുറഞ്ഞ ഈക്കോ കടകൾക്കൊക്കെ ഉണ്ടോ. AC ഇല്ലാത്ത മോഡൽ. എത്ര ഓടിക്കുന്നത്? ഇത് ഓട്ടം കാര്യങ്ങളൊക്കെ നോക്കണം. 80 കിലോമീറ്റർ തോന്നുന്നത്. ഓണർ നമുക്ക് ഇത് നോക്കി കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. അപ്പാടെ ഇതിന് ചിലപ്പോ കോപ്പി ഉണ്ടാവും. റീപ്ലേസും കാര്യങ്ങളൊന്നും മേജർ കാര്യങ്ങളൊന്നും. സീറ്റാറൊക്കെ ഉഷാറുള്ള വണ്ടിയാണ്. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യമൊക്കെ ഉണ്ട്. എത്ര അടികളൊക്കെ? ഇത് നമുക്ക് 1.5 റുപ്യ ചോദിക്കുന്നതാണ്. 10 മോഡലിന് കുറച്ച് കൊടുക്കാം. ലോൺ കയറും. ലോൺ എന്തെങ്കിലും മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 50 റുപ്യ എങ്ങനെയായാലും ലോൺ ചെയ്തു കയറും. അപ്പൊ 50,000 മുടക്കിലേക്ക് ഈക്കോ ബാങ്ക് ലോൺ ചെയ്തു. ഇത് എത്ര മൈലേജ് ഉണ്ട്? പെട്രോൾ മൈലേജ് ഒരു 15 താഴത്തേക്കൊക്കെ കാര്യം പ്രതീക്ഷിച്ചു. മൈലേജ് കിട്ടുമല്ലേ? അടുത്ത വണ്ടി മാരുതി 800 വെള്ള കളർ. ഇത് 11 മോഡൽ സിംഗിൾ ഓണർ MTFI വണ്ടി. 11 മോഡലാണ്. AC വണ്ടിയാണ്. MPFI AC വണ്ടിയാണ്. AC തണുപ്പുണ്ടോ? AC തണുപ്പും കാര്യമൊക്കെ സീറ്റാറൊക്കെ ഉഷാറാണ്. തുരുമ്പ് വരുമ്പോ അങ്ങനത്തെ ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. സിംഗിൾ ഓണറാണ്. 11 മെയിൻ ക്ലാസും കാര്യങ്ങളൊക്കെ. എത്ര ഓടിയത്? ഇത് ഓട്ടം നമുക്ക് ചാവിട്ട് നോക്കിയാൽ എല്ലാതൊന്നും ഓടിയിട്ടുണ്ടാവില്ല. 29 രജിസ്ട്രേഷൻ വണ്ടി. എത്ര നമുക്കിത് 95 റുപ്യ കൊടുക്കണം. 11 മോഡൽ AC MTFI മാറ്റി. 11 മോഡൽ 95,000 വർക്കിംഗ്. 18-20 റേഞ്ചിലും മാരുതിക്ക് മൈലേജ്. അടുത്ത വണ്ടി അൾട്ടോ. ചെറിയ കൈക്കൾട്ടോ. ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാനുള്ള വണ്ടി. ഇത് 2001 മോഡൽ 26 വരെ പേപ്പറൊക്കെ 50,000 റുപ്യക്ക് അൾട്ടോ AC ഉണ്ട്. പഠിക്കാനും പറ്റും. ചെറിയ ഫാമിലിക്കാരെ ടച്ച് ചെയ്ത് കൊണ്ടിറക്കും. ഓട്ടൊക്കെ ഇത് നോക്കണം. ഓട്ടോ ഓണറൊക്കെ നോക്കണം. നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം. വേറെ മേജർ ആക്സിഡന്റ് കാര്യമൊന്നുമില്ല. കാര്യം വരുമ്പൊന്നുമില്ല. ഒന്നുമില്ല. ചെറിയ ടച്ചിങ്ങാള് ചെയ്യാം. ടച്ച് ചെയ്യാനുള്ള പൈസ നമുക്ക് 50 കുറച്ചും കൊടുക്കാം. ഒക്കെ ചെയ്ത് കൊടുക്കാം. എത്ര? 50,000 റുപ്യ ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കണേ. അങ്ങനെ അതിന്റെ പൈസ കുറച്ച് അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോ പഠിക്കുന്നവർക്ക് ഇത് പറ്റിയ വണ്ടിയാണ്. പഠിച്ചതിന് ശേഷം വിറ്റാലും പൈസ അല്ലേ? ഇതിപ്പോ ലോൺ കയറില്ലല്ലോ. ലോൺ ഇതിനൊന്നും ലോൺ എത്ര റെഡി കായ്ക്ക് വണ്ടിയാണ്. 50,000 റുപ്യയിൽ തരും. പെട്രോളാണ്. എത്ര മൈലേജ് കിട്ടും? പെട്രോൾ അടുത്ത ഏകദേശം മോഡൽ കുറഞ്ഞ കുറയുന്നില്ല. 18 ലെവലിന്റെ അടുത്ത് മൈലേജ് കിട്ടും. അടുത്ത് എങ്ങനെയാലും കൂട്ടി.
അടുത്ത വണ്ടി ഇൻഡിക്ക വിസ്റ്റ. കോട്ടർജെറ്റ് തന്നെയാണ്. ഇത് അതേ മോഡൽ തന്നെ 2010 മോഡൽ തന്നെയാണ്. റെഡ് കളറാന്നുള്ളൂ. മറ്റേ വെള്ളയാണ്. ഓട്ടോ ഓണർ നമുക്ക് നോക്കണം. പാർക്കിംഗ് സെയിലിന് ഇട്ടാണ്. ഒരു മൂല്യര വണ്ടിയാണ്. അതെ. കിലോമീറ്റർ ഇത് കിലോമീറ്റർ നമുക്ക് നോക്കണം. കറക്റ്റ് നമുക്ക് വിളിച്ചു വെക്കണവർക്ക് പറഞ്ഞു കൊടുക്കാം. റീപ്ലേസും കാര്യമൊന്നുമില്ല. അടിപൊളിയാണ്. സീറ്ററും ടയറ് കാര്യങ്ങളൊക്കെ തുരുമ്പ് കാര്യമൊന്നും അല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നും. എത്ര വണ്ടി നമുക്ക് ഇതൊക്കെ അതേ റേഞ്ചിൽ 1.5 ചോദിച്ചു കാരണം എന്തെങ്കിലുമൊക്കെ ലോൺ നമുക്ക് ഇതിമാര് 50 റുപ്യ 60 റുപ്യ റേഞ്ചില് ലോൺ വണ്ടിയാണ്. 18 20 അടുത്തൊക്കെ സ്വിഫ്റ്റിന്റെ ഇഞ്ചൻ തന്നെ. മൈലേജ് ഇല്ല. മൈലേജ് ഏതായാലും ഉണ്ടാവും. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് നാനോ. ചെറിയ കായ്ക്ക് കൊടുക്കും. ഇത് 2010 മോഡൽ വണ്ടിയാണ്. 10 മോഡൽ AC ഒക്കെ ഉള്ള വണ്ടിയാണ്. നാനോ AC മാത്രം ഉണ്ടാവുള്ളൂ. 25 വരെ പേപ്പറും കാര്യം ലാസ്റ്റ് വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. 38,000 റുപ്യ. വേറെ 38,000 റുപ്യക്ക് നാനം 11 മോഡൽ AC വർക്കിംഗ് ഉള്ളത്. 25 ലാസ്റ്റ് വരെ. എത്ര ഓടിക്കണ റേഞ്ച്? ഇത് ഓട്ടോക്കെ നമുക്ക് നോക്കണം. ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് നോക്കാം. വേറെ മേജർ റീപ്ലേസ് ഒന്നുമില്ല. ഒരു 50 പൈസ ഇതിനുള്ളിൽ അത് ഫ്രീ ആണ്. ഫ്രീ ആണല്ലേ? ഈ നാനോ ഫ്രീ. പിന്നെ 35 റുപ്യ മൈലേജ് ഗ്യാരണ്ടി. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് നല്ല അടിപൊളി മാരുതി 800 ആണ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2000. ഇതിന്റെ പേപ്പർ ഇപ്പൊ എടുത്തു നോക്കുക എത്ര മോഡല്. 26 വരെ പേപ്പർ ഉണ്ട്. 2001 മോഡൽ 26 പേപ്പർ മാരുതി 800 ആണ്. ഗോൾഡൻ കളർ. ഇത് MTFI അല്ല. പഠിച്ചവൾക്കൊക്കെ പറ്റും. 40,000 റുപ്യ. 40,000 രൂപ കൊടുക്കാം. മാരുതി ഓടിക്കുന്ന ഓട്ടോ ഓണറൊക്കെ നോക്കാം. പറഞ്ഞു കൊടുക്കാം. റീപ്ലേസും കാര്യങ്ങളൊന്നും തുരുമ്പ് കാര്യങ്ങളുണ്ടോ? ഇല്ല, തുരുമ്പൊന്നുമില്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. സീറ്ററൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 200 ഓടാനുള്ള പറ്റാക്കണ്ടല്ലോ. അതെ, അതിനില്ല നല്ല സെറ്റപ്പ്. 40,000 രൂപ കൊടുക്കാം. 40,000 എന്തായാലും പൊട്ടിച്ചു കൊടുക്കട്ടെ. കുറച്ചും കൊടുക്കാമല്ലോ. അതെ അതെ. ഇതിപ്പോ റെഡി കായ്ക്കലുണ്ട്. 18 ആ ലെവലില് മൈലേജ് ഉണ്ടാവും. കാർപ്പറേറ്റർ ആണ്. നല്ല ഉഷാറ് പഠിക്കാനും പറ്റും. അതേപോലെ ചെറിയ ഫാമിലിക്ക് പറ്റും. അടുത്ത വണ്ടി വെറും 35,000 രൂപ നാനാണ് ഈ കിടക്കുന്ന ഒരു മോഡൽ. എങ്ങനെ മോഡൽ? ഇത് 2010 മോഡലാണ് വണ്ടി. 10 മോഡലാണ്. അതെ. 10,000 മൈലേജ്. സംശയമുണ്ട്. ഓക്കെ. പിന്നെ കിലോമീറ്റർ പറയണ്ടല്ലോ. കിലോമീറ്റർ ഒന്നും ആകെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 10-25 റുപ്യക്ക് സ്ക്രാപ്പർ എടുക്കും. 35 റുപ്യക്ക് പുതിയ ഇൻഷുറൻസ് 3,000 റുപ്യന്റെ എടുത്തുകൊണ്ട് നമുക്ക് ചെറിയ ആവശ്യക്കാർക്ക് മഴ പോണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ചെറിയ കാര്യമൊക്കെ ഗ്യാരണ്ടി കൊടുക്കും. ചെറിയ കച്ചവടത്തിന് പറ്റിയവർക്കും പറ്റും. ഇപ്പൊ ചെറിയ ഫാമിലി ആയിട്ട് ചെറിയ ഓട്ടത്തിന് ചെറിയ പൈസ അങ്ങനത്തെവർക്കും പറ്റും. നല്ല അടിപൊളി വണ്ടി. 2 കൊണ്ടുവന്നാല് 25, 26, 27 റുപ്യക്ക് സ്ക്രാപ്പർ എടുക്കും. പൊളിച്ചാൻ കൊടുത്താലും പൈസ 35,000 രൂപ നമ്മള് കൊടുക്കുന്നുണ്ട്. 3,000 ഇൻഷൂർ എടുത്തരും. എന്തായാലും മൈലേജ് മൈലേജ് എന്തായാലും. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് അൾട്ടോ. ഇത് അൾട്ടോ LXI 2007 27 പേപ്പറും കാര്യമൊക്കെ 2006 രജിസ്ട്രേഷൻ 27 പേപ്പറും കാര്യമൊക്കെ LXI ആണ്. AC പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല നല്ല സെറ്റപ്പ് സീറ്റാറൊക്കെ ചെയ്ത വണ്ടി. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുകളുണ്ട്. 80% ടയർ മുന്നിലുണ്ട്. മറ്റേ 50% ഉണ്ട്. ഓണർഷിപ്പ് നമുക്ക് നോക്കണം. ഓണർഷിപ്പ് ഓട്ടോ നോക്കണം. LXI അല്ലേ? വില നമുക്ക് 95 റുപ്യ വെക്കണേ. വില നമുക്ക് ഓണറിന്റെ ഇതിലേറെ വേഗം അറിയില്ലല്ലേ? വില 95. ലോണും ചെയ്ത് കൊടുക്കാം. എത്ര വരും? പകുതി 50 റുപ്യ അങ്ങനെ. എന്തായാലും കയറും. 40,000-45,000 റുപ്യക്ക് 27 പേപ്പർ ഒക്കെ വർക്കിംഗ് ഉണ്ട്. അടുത്ത വണ്ടി വാഗണർ ബ്ലാക്ക് കളർ. എങ്ങനെ മോഡൽ? ഇത് 2009 മോഡൽ LXI. 9 മോഡൽ LXI ആണ്. ഇത് പുതിയ പേപ്പർ. 25 പേപ്പർ. അതെ അതെ. 25 അല്ല 29 വരെ. 29 5 കൊല്ലം. ഇപ്പൊ എടുത്ത് കൊടുക്കാണ് നമ്മള്. ക്ലിയർ ആക്കി പേപ്പർ ഉണ്ട്. ഓട്ടം ഓണർ നോക്കിന്റെ ഓണർ അത് തോന്നുന്നു അല്ലേ? ഓട്ടം ചാവിട്ടാലേ കാണുള്ളൂ.
വിളിച്ചോളി നമുക്ക് പറഞ്ഞു കൊടുക്കാം. റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. 9 തന്നെയാണ് മെയിൻ ക്ലാസ് കാര്യം, എല്ലാ ക്ലാസ്സുകളും റീപ്ലേസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് 1.25 ചോദിക്കണം. എന്തേലൊക്കെ പൊട്ടിച്ച് പുതിയ പേപ്പർ എടുത്തുകൊണ്ട് റിന്യൂവൽ എടുത്ത് 5 കൊല്ലത്തിന് ക്ലിയർ ആക്കിയാ കൊടുക്കാം. ലോൺ ഓല പേർക്ക് മാറ്റി കൊടുക്കലും റിന്യൂവൽ എടുക്കലും ടാക്സ് അടച്ചു കൊടുക്കലും ഇൻഷുർ അടച്ചു കൊടുക്കലും ഒക്കെ ഇതില് പെടും. എണ്ണ വേണമെങ്കിൽ പോകുമ്പോ അടിച്ചും കൊടുക്കും. അങ്ങനത്തെ സംഭവം പേരേക്ക് പൈസ എന്നാ കൊണ്ടുപോയാൽ മതിയല്ലോ. ഡ്രൈവർ വെക്കണം. ഇനി ഡ്രൈവറാണെങ്കിൽ ആവും വെച്ചുകൊടുക്കുക ഓല പേരേക്ക്. ഇത് ലോൺ ലോൺ ചെയ്ത് പകുതി അങ്ങനെ കൊടുക്കാം. എന്തായാലും ഒരു 10,000 റുപ്യക്ക് വണ്ടി ഇറക്കാം. പെട്രോളിന് 15,000 വരെയും കിട്ടും. അതെ അതെ, ഒരാള് വരണം എന്നുള്ളു. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടി നാനോ ചെറിയ കൊടുക്കാം. ചെറിയ ഇത് പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്ന 2015 മോഡല് ട്രിസ്റ്റ് ആട്ടോ. ഡിക്കി ഓപ്പൺ ഇല്ലാത്ത ട്രിസ്റ്റ്. എല്ലാ പരിപാടിയും ബാക്കി എല്ലാം വരും. കിലോമീറ്റർ ഇത് 60 സംതിങ്ങോ ഓണർഷിപ്പ് 2-3 കറക്റ്റ് നമുക്ക് നോക്കിട്ട് പറഞ്ഞു. റീപ്ലേസും കാര്യമൊന്നുമില്ല. ടയറും കാര്യമൊക്കെ അത്യാവശ്യം ഉണ്ട്. നല്ല വൃത്തിയില്ല. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ഇത് ട്രിസ്റ്റ് 95 റുപ്യ ചോദിക്കുന്നതാണ്. കുറച്ച് കൊടുക്കും. അതെ അതെ. ലോണ് കരുതുമ്പോ ലോണ് നമുക്ക് മാക്സിമം 10-50 റുപ്യൊക്കെ വേണമെങ്കിൽ ചെയ്തോ. 50,000 കയറും. ഞാനേത് വേണേലും വന്നോട്ടെ. 16 നാളെ വേറെയും കയറാണ്ട് വന്ന് നോക്കിട്ട് 35,000 മുതൽ 35,000 മുതൽ 40,000 റുപ്യാന്റെ നാനോ 95 റുപ്യാന്റെ 85 രൂപ ഏത് വേണം. 20 എങ്ങനെയാലും ഗ്യാരണ്ടി പറഞ്ഞു എന്തായാലും. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് അൾട്ടോ. ഇത് 2005 മോഡല് AC ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ് ആൾട്ടോ. 5 മോഡൽ AC റീപ്ലേസും കാര്യമൊന്നുമില്ല. പേപ്പർ 25 ലാസ്റ്റ് വരെ പേപ്പറും കിലോമീറ്റർ ഒക്കെ നമുക്ക് ചോദിക്കണം. 80 നമുക്ക് നോക്കിട്ട് പറഞ്ഞു. ചെറിയ കായ്ക്ക് നമുക്ക് കൊടുക്കാം. അൾട്ടോ വണ്ടികൾക്ക് വൈൻ റെഡ് നല്ല അൾട്ടോ കൊടുക്കാം. ഇത് കൊടുക്കാം. പിന്നെ വേറെ 2008 LX ഉണ്ട്. 2010 11 നാളേക്ക് ആൾട്ടോള് 9 10 ഒക്കെ അവിടെ ഉണ്ട്. അടുത്ത വീഡിയോയില് അതെ അടുത്ത വീഡിയോയില് കാണാം. ആൾട്ടോ ഏത് വേണേലും വിളിച്ചോട്ടെ. 13 ഉണ്ട്, 12 ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് നമുക്ക് വെറും 72 റുപ്യ വെക്കണുള്ളൂ. 72 വൈൻ റെഡ് നല്ല വൃത്തിയില്ല വണ്ടി. പേപ്പറിലാണ് വണ്ടി കൊടുക്കാം. മാരത്തിന്റെ കായല്ലേ ഉള്ളു. പഠിച്ചോണ്ട് എല്ലാവർക്കും മാറ്റാൻ ഒരു 10-60% ടയറും കാര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലോ കൊണ്ടുവണ്ടികൾക്ക് ഇങ്ങനെ ഉപയോഗിച്ച് കൊണ്ടുവരുന്ന ഫാമിലിക്കും ഒക്കെ പറ്റാണ്. അടുത്ത വണ്ടി മാരുതി 800 നീല കളർ. അതൊക്കെ വണ്ടി ചൊറുക്കുള്ള വണ്ടിയിലെ ബോഡി ഷേപ്പ് കണ്ടികള് 2000 മോഡലാണ്. MPFI AC 2000 മോഡലാണ്. MPFI AC ഫുള്ള്. അത് ന്യൂ മോഡൽ ഇപ്പൊ വന്നാണ്ട് മാറിയിട്ടുള്ളൂ. അപ്പൊ മാറില്ല. MPFI ഇഞ്ചൻ 5 ഗിയർ അല്ലേ. സീറ്റാർക്ക് ഉഷാറാണ്. ടയർ കാര്യങ്ങൾ ഏസിന്റെ പിന്നത്തെ ഏസിന്റെ ചോദിക്കാൻ പാടില്ല. ഏസിന്റെ ഓടിക്കുന്ന പറയാനോ. ഓടികൊണ്ടൊക്കെ നോക്കണം. ഒന്നില്ലാനൊക്കെ ഓണർഷിപ്പ് 2-3 ഉണ്ടാവും. അത് നമ്മള് നോക്കില്ല. ഇപ്പൊ ഒന്നാണ്ട് കാര്യമാണ്. മുന്നേക്ക് വന്നാണ്ട് ഒരു വണ്ടി മാറിയാണ്. പേപ്പർ ഞാൻ അടുത്തുള്ള വീട്ടിൽ നോക്കണം. എന്തായാലും 25 ലാസ്റ്റ് വരെ കാരണം. MPFI 26 വരെ 26 എല്ലാ പേപ്പറുണ്ട്. എല്ലാ പേപ്പറുണ്ട്. MPFI ആണല്ലേ. MPFI AC 5 ഗിയർ 5 ഗിയർ വണ്ടി. പോലീസ് ഏറ്റവും മാർക്കറ്റിലുള്ള കളർ പോലീസ് ബ്ലോ. അതാണ്. എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 45 റുപ്യ ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം. റെഡി കായ്ക്ക് ഇറക്കാം. അല്ല പിന്നെത്താ 5 ഗിയർ 18,000 മൈലേജ് കിട്ടുമല്ലേ. പിന്നെന്താ അംശം. അതാറുണ്ട്. അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ ചാകരകളിലെ. ഇത് അൾട്ടോ ഇത് 2010 ലാസ്റ്റ് വണ്ടി. 10 ലാസ്റ്റ് ആണ്. ലാസ്റ്റ് ആണ് 10ാം മാസം 11 മാസം. LX സിംഗിൾ ഓണർ വണ്ടി. 90,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് ഒന്നുമില്ല. പക്ക ഒന്നും നോക്കണ്ട. വണ്ടി എടുക്കണോക്ക് എണ്ണ ഓടിയാൽ മതി. ആദ്യമായി വണ്ടി നമ്മള് 1,27,000 ചെറുതായിട്ട് 1000 മാത്രമുള്ള വണ്ടി ഉണ്ട്. ക്വാളിറ്റി വണ്ടിയാണ്. നമുക്ക് ഒരു 90 ഉറുപ്പ്യ വരെ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. 10-30,000 റുപ്യക്ക് 11 രജിസ്ട്രേഷൻ കൊടുക്കാം. അതെ 10 മോഡൽ എന്തായാലും 10 ലാസ്റ്റ് 15 രജിസ്റ്റർ RC നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു. 10 ലാസ്റ്റ് വണ്ടി കൂട്ടി ഓടിക്കണ 90,000 ഓടിക്കണ്ടല്ലേ. 18,000 മൈലേജും കിട്ടും. 18,000 18-20 ആണ്.
ഏകദേശം 90 റുപ്യ അടുത്ത് ലോൺ കൊടുക്കാം മാക്സിമം കയറും അല്ലേ? പിന്നെന്താ സംശയം. അടുത്ത വണ്ടി അൾട്ടോ, വീണ്ടും നീല കളർ. ഇത് 2009-29 വരെ പേപ്പറുകളുണ്ട്. 9-29 പേപ്പർ ഉണ്ട്. LXI പുതിയ പേപ്പർ എടുത്ത് പുതിയ റിന്യൂവൽ അടുത്ത 5 കൊല്ലം പേപ്പർ പുതിയ ഫ്രീ. ഒന്നും നോക്കണ്ട, എടുക്കുന്നവർക്ക് കൊട്ടിയാൽ മതി. അതാണ്. എത്ര ഓടിയുണ്ട് ഇത്? നമ്മള് 1-ന്റെ ഉള്ളിലാണ് ഓടിയുണ്ട്. പാർക്കസയിലുള്ള വണ്ടി. പാർക്കസയിലുണ്ട്. ഓണർഷിപ്പ് എത്രയാണോ? ഓണർഷിപ്പ് 3 നിലവിലുള്ളത്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് തട്ടുമുട്ടൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട്? ഇത് നമ്മള് 1,22,500. 22,500. 1,22,500. അങ്ങനെയാണ്. ലാഭം 2,500 അതേ ഉള്ളൂ. അപ്പൊ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. ആൾക്കാർ എന്താ വില വെച്ചു വില ചോദിക്കേണ്ട ആവശ്യമില്ല. 10-15 റുപ്യ പേപ്പർ നമ്മൾ എടുത്താണ്. 1,22,500 അതെ. എന്തെങ്കിലും കുറച്ച് കൊടുക്കുമോ? ചെറുതായിട്ട് എന്തെങ്കിലും നോക്കാം. 500 കുറച്ച് കൊടുക്കാം. അതെ. ലോൺ കയറുമ്പോ ലോൺ നമുക്ക് 70 റുപ്യ എടുക്കാം. കയറും. 10-60 റുപ്യക്ക് 50 റുപ്യക്ക് വണ്ടി ഇറക്കാം. പിന്നെന്താ 10-40 റുപ്യക്ക് വണ്ടി ഇറക്കാം. ഇറക്കാറല്ലേ? ഒരു 10-18 മൈലേജ് കിട്ടൂലേ? മൈലേജ് എന്തായാലും ഉണ്ടാവും. കിട്ടുമല്ലേ? നോക്കേണ്ട ആവശ്യമില്ല. ആൾട്ടോക്ക് ഒരേ മൈലേജ്. 18-20. അടുത്ത വണ്ടി അൾട്ടോ കേട്ടനാണ്. ചോപ്പ് കളറാണ്. എങ്ങനെ കൊണ്ടുവരുന്നത്? ഇത് കെ സീരീസ് എഞ്ചിനാണ്. 2013 VXI ആട്ടോ. 13 VXI ആണ്. കെ സീരീസ് 70 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടി ആയിട്ടുള്ളൂ. റീപ്ലേസ് ഇല്ല. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളോ ഒന്നുമില്ല. 55 തിരൂര്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഫുൾ ഗ്യാരണ്ടി ഉഷാറാണ്. പറയാ. എത്ര വണ്ടി കൊണ്ട് ചോദിക്കും? നമ്മൾ 1,98,000 റുപ്യ ചോദിക്കണ്ടേ? 218 വണ്ടി 1,98 നമ്മളിപ്പോ കൊടുക്കാം. അത് ചെറുതായിട്ട് എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കും. അത് കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറുന്നാല്? ലോൺ ഒരു 1.5 റുപ്യ വരെ കയറും. മാക്സിമം കയറും. 48,000 റുപ്യക്ക് അടിപൊളി കേട്ടം കൊണ്ടാകാം. 18 മൈലേജ് കിട്ടും. 18 എന്തായാലും കെ സീരീസ് എഞ്ചിനാണ്. നല്ല വണ്ടിയാണ്. ഇഞ്ചിനൊക്കെ ഫുള്ള് പക്ക തഴഞ്ഞ വണ്ടി. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് സ്വിഫ്റ്റ് ആണ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2000 മോഡല്. 27 വരെ പേപ്പറുള്ള വണ്ടി. എല്ലാം ക്ലിയർ. പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ നമ്മള് 1,55 രൂപ കിട്ടീന്. 1,40,000 റുപ്യ കൊടുക്കാം. 1,45 ഫൈനലാക്കി കൊടുക്കട്ടോ. കിലോമീറ്റർ പറയാൻ പറ്റും. കിലോമീറ്റർ 1,40 ഉള്ളില് ഓടിക്കേണ്ട. ഓണർഷിപ്പ് 3. സീറ്റർ വണ്ടി വൃത്തിണ്ട്. ചോർക്കളോണ്ടില്ല. ഒന്ന് കേക്ക് കുട്ടപ്പനാക്കി നമുക്ക് സേർട്ട് ലോണ് കയറുള്ളൂ. ബാങ്ക് ലോൺ കയറൂല. ലോണാണ് ഇവിടെ 10 കിലോമീറ്ററിനുള്ളില്. എത്ര കയറും? ഒരു 10-75 റുപ്യ നമുക്ക് കൊടുക്കാം. പകുതി കൊടുക്കാം. കയറും. ഒരു 10 റുപ്യക്ക് വണ്ടി ഇറക്കാം. 1,40,000 റുപ്യ വണ്ടിക്ക് 70,000 റുപ്യ ലോണില്. എന്താ ചെയ്യാ? 18 മൈലേജ് കിട്ടും. 18-20 കിട്ടും. 18 വീഡിയോ ആകുമ്പോ 18 മൈലേജ് കിട്ടും. പറയാം. അടുത്ത വണ്ടി നല്ല അടിപൊളി ഇഗ്നസ് ആണല്ലോ. ഇഗ്നസ് ഇത് 2022 മോഡല്. വാറന്റി ഒക്കെ അല്ലേ? കമ്പനി വാറന്റിയിലെ വണ്ടിയാട്ടോ. 22 മോഡലാണ്. 22,000 ആകെ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് വാറന്റിയും കാര്യമൊക്കെ കമ്പനിയിൽ ഹിസ്റ്ററിയിലെ അല്ല എവിടെ കേരളത്തിലെ എവിടെ വേണമെങ്കിലും വാറന്റി എടുക്കാം. അതുപോലെ എവിടെ കൊണ്ടായാലും വാറന്റിയില് ഇഞ്ചന് ഗിയർ ബോക്സ് അതിനൊക്കെ വാറന്റിയിലെ വണ്ടി ഓപ്ഷൻ. ഇത് പിന്നെ സിഗ്മ AC പവർ സ്റ്റാരിങ് 2 ഡോർ വിൻഡോ അല്ല 4 ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടി. അതെ. ടയറ് കാര്യം ആകെ 22,000 ഓടിയിട്ടുള്ളൂ. അതെ. ഓണർഷിപ്പ് സിംഗിൾ. ഓണർഷിപ്പ് സെക്കൻഡ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. എത്ര വണ്ടി ഇത് നമുക്ക് 5.30 ചോദിക്കണം. ചെറിയ പൊട്ടിച്ച് കൊടുക്കാം. മാക്സിമം ഒരു 5 റുപ്യ മാക്സിമം ലോൺ കൊടുക്കാം. ട്രാക്കിനെ ഫുള്ളും ചെയ്തു. നല്ല പ്രൊഫൈലാണ്. ഫുൾ ലോൺ. ചെറിയ മുടക്കിലിറക്കാം. അതെ അതെ. പെട്രോൾ എത്ര മൈലേജ്? പെട്രോള് ഒരു 17-18. നല്ല മെയിൻ റോഡാണ്. 20 നെറുക്ക് കടക്കും ഗ്യാരണ്ടി. എന്തായാലും കിട്ടും. 20 നെറുക്ക് ഞാൻ പോകുന്ന വണ്ടിയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഗ്യാരണ്ടി പറയാം. ഇതല്ല നമ്മളെ വീട്ടിൽ ഉപയോഗിക്കണ വണ്ടി ആവുന്ന ഗ്യാരണ്ടി അറിയാം. ഇങ്ങനത്തെ റോഡൊക്കെ ആണെങ്കിൽ 17 ഇതിൽ കാണിക്കും മൈലേജ്. അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ സിൽവർ കളർ. അതെ. ഇത് 2018 മോഡല് കേട്ടൻ VXI. 18 മോഡലാണ്. 18 മോഡൽ. അതെ അതെ. കിലോമീറ്റർ 65 ജില്ലാണ്. സിംഗിൾ ഓണർഷിപ്പ്. നല്ല സീറ്റാർ അടി പൊട്ടിച്ചാത്ത വണ്ടി. സീറ്റാറൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വാറന്റി സ്റ്റിയറിംഗ് വണ്ടി. അതെ അതെ അതെ. എത്ര വണ്ടി കൊണ്ട് ചോദിക്കും? ഇത് നമുക്ക് 2.95 ഫുൾ ലോൺ ആട്ടോ. 18 മോഡല് കേട്ടം VXI ഉണ്ടാവും. 2,95,000 ഫുൾ ലോൺ. ഏകദേശം ഫുൾ ലോൺ കയറും ട്രാക്കിൽ. 18 ലെവൽ മൈലേജ്. VXI ആണ്. കമ്പനി സെറ്റ് പവറിന്റെ AC പവർ സ്റ്റാരിംഗ് ഒക്കെ വരുന്നത്. എല്ലാം 1000 cc വരെ കേട്ടനാ. പവർ ഉണ്ടാവും.
അടുത്ത വണ്ടി സെലേറിയ, ഒരു പച്ച, ഒരു ചാണകല്ല ഗ്രേ കളറും അല്ലാത്തൊരു കളർ, വെറൈറ്റി കളർ, ചാണകം ഓട്ടോമാറ്റിക് ആട്ടോ അത്. ഓട്ടോമാറ്റിക്കാ? 14-15 സിംഗിൾ ഓണർ അല്ലേ? കോഫി ഇതൊരു വെറൈറ്റി 2-3-4 കളറ് പറയാം. കോഫി വണ്ടികൾക്ക് അതറിയാം, അങ്ങനത്തെ ഒരു കളർ. ഇത് 14 മോഡല് ലാസ്റ്റ് വണ്ടി, 15 റേസർ ഉണ്ടോ സംശയം, ഓട്ടോമാറ്റിക്കിലാ വരുന്നത്. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ VXI ഏഷ്യൻ ബസ്സാല് 4 ഡോർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. ഇത് 80 ജില്ലാനും കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ റീപ്ലേസും കാര്യമൊന്നുമില്ല, ഗ്യാരണ്ടി ഉണ്ട്. ഇത് നമുക്ക് 3.45 കുറച്ച് കൊടുക്കും. ലോണ് കാര്യങ്ങള് 3 റുപ്യ ലോൺ ചെയ്തു 45,000 ഓട്ടോമാറ്റിക് കേട്ടോ നല്ല ഫാൻസി നമ്പർ കൊണ്ടോട്ടോ. 13 നമ്പർ അല്ല കമ്പനി ഇല്ല, റീപ്ലേസും കാര്യമൊന്നുമില്ല, സർവീസ് എടുത്തു നോക്കിട്ട് കൊണ്ടുപോയാ നല്ല വണ്ടി. അതെ 18 മൈലേജ് കിട്ടും, 16 ആ റേഞ്ചിൽ മൈലേജ് ഓട്ടോമാറ്റിക്. അടുത്ത വണ്ടി ഒരു 7 സീറ്റ് എർട്ടിക്കല്, 8 സീറ്റ് എർട്ടിക്കല്. അതെ അതെ. എങ്ങനെ മോഡലുണ്ട്? ഇത് 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ലേ. എർട്ടിക്ക ഹൈബ്രിഡ് ആണ്, നല്ല മൈലേജ് ഉണ്ടോ? നല്ല മൈലേജ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ഓണർ, നല്ല ബോഡി വൃത്തിയില്ല. എർട്ടിക്ക വഹിക്കേണ്ട ഹൈബ്രിഡ് വണ്ടികൾക്ക് ഇത് കൊണ്ടോ കൊടുക്കാം. സീറ്റുകാരൊക്കെ ഉഷാറാണ്, നല്ല ബോഡി ഷേപ്പില്ല, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. സിംഗിൾ ഓണർ കേട്ടോ വണ്ടി, നല്ല വണ്ടിയാ. ഏകദേശം നമുക്ക് ഇത് ഒരു 6.80 നമുക്ക് കൊടുക്കാം. എന്തേലും ചെറുതായിട്ട് വ്യത്യാസം മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ഫുൾ ലോണിൽ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എർട്ടിക്ക ഹൈബ്രിഡ് കൊണ്ടുപോകാം. അതെ അതെ. ഡീസൽ ആട്ടോ, മൈലേജ് ഇല്ല വണ്ടി. ഹൈബ്രിഡില് കുറഞ്ഞ വണ്ടിയാണ് ഡീസൽ വന്നിട്ടുള്ളൂ. അതിൽ കുറഞ്ഞ വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയിൽ കേൽപ്പത്തിലുള്ള വണ്ടി. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, ഹിസ്റ്ററി കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ്. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് ഇയോണ് 2012-13 വണ്ടിയല്ലേ? 12 ഇയോണ്. ഏകദേശം നമുക്ക് ട്രാക്കിലേക്ക് ഏകദേശം കുറ്റപ്പം ലോൺ കൊടുക്കാത്തൊക്കെ മോഡൽ കൂട്ടിയ വണ്ടി ചെറിയ വിലയുള്ളൂ. 1.55 ചോദിക്കണം, അത്രേ ഉള്ളൂ. മറ്റേ അതേ റേറ്റ് തന്നെ. ഏത് കളറും ആണെങ്കിലും 18 ആണെങ്കിൽ ഫുൾ ലോൺ ഉണ്ട്, ഇല്ലുണ്ട്. ഇയോണും ആണെങ്കിൽ അവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഇനി വരാണ്ട് വേറെ ഇത് ഇയോണ് ഏത് ഐറ്റം ആണെങ്കിലും കൊടുക്കാം. ഇത് ഓട്ടൊക്കെ നമുക്ക് കറക്റ്റ് വേണമെങ്കിൽ ചാവിട്ട് നോക്കാം. 1ന്റെ താഴത്ത് ഓണർഷിപ്പ് ഇത് 3 ആണ്. അതെ. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ KL55 തിരൂര് വണ്ടി. ഇത് ഓപ്ഷന് ഇത് ഓപ്ഷന് ഇത് ഇറ പ്ലസ് 2 ഡോർ വിൻഡോ കാര്യം സെറ്റ് കമ്പനി സെറ്റ് കാര്യമൊക്കെ 1,55,000 കുറച്ച് കൊടുക്കും. ഫുൾ ലോൺ ഏകദേശം കുറ്റപ്പം ലോൺ 18 മൈലേജ്. അടുത്ത വണ്ടി വീണ്ടും ഇയോൺ ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ. 2018 ഇയോണ് 18 മോഡലാണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഇറ പ്ലസ്. കിലോമീറ്റർ 50 ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ്മെന്റ് തട്ടുമുട്ടൊന്നുമില്ല. ഓൺ ഓഫർ ആയിട്ട് ഓൺ ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുകയാണ്. വില കുറച്ച് കൊടുക്കണം. 2.55 വിലയുള്ള വണ്ടി നമ്മൾ 2.55 കൊടുക്കും. 55,000 കുറച്ചു. പിന്നെ 5,000 ആണെങ്കിൽ കൊടുക്കും. ഫുള്ള് കുറക്കലാണ്. ലോൺ കൊടുക്കും ചെയ്യും. ഫുൾ ലോൺ ആണ്. ഉറപ്പ് മുടക്കും വേണ്ട. സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഫുൾ ലോണിൽ കൊടുക്കട്ടോ. ഫുൾ ലോൺ ഉറപ്പ് മുടക്കാതെ 18,000 മൈലേജ് കിട്ടൂലേ? അടുത്ത വണ്ടി ചെറിയ കായ്ക്കാല അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഫാൻസി 2 കമ്പറില്ലേ? അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോ? ഞങ്ങൾ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും 88 വരുന്നത്. ഇത് 2015 സ്വിഫ്റ്റ് ഡിസയർ VXI പെട്രോൾ വണ്ടി. ZX എല്ലാ ഓപ്ഷനും കയറ്റിയാണ്. അലവില് നല്ല ടയറൊക്കെ ഒരു 90-95% ടയർ. വണ്ടി ഒന്നും വല്ല ടച്ചപ്പ് വരാത്ത വണ്ടി. മൊത്തല്ല ചെറിയ ടച്ചപ്പ് കയറിയാണ്. അതെല്ലാം പറഞ്ഞു. ഓവർ ടച്ചപ്പ് വരാത്ത വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിൽ വണ്ടി. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട ഒരു ഭാഗത്ത് കൂടെ പോയി. എത്ര വണ്ടിയുണ്ട്? 1 ലക്ഷം. 1 ജില്ലാനോ സിംഗിൾ ഓണർഷിപ്പ്. എത്ര വണ്ടിയുണ്ട്? അത് നമ്മള് ചോദിക്കുന്ന വില 4,32,000. ആ തെർച്ചക്ക് 2,000 കുറക്കും. അതും വേണം അപ്പുറം കുറക്കും.
മാക്സിമം കുറച്ച് കൊടുക്കുമല്ലോ. മാക്സിമം കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും ഒരു 3.5 3.25 ലെവല് കയറും. മാക്സിമം ട്രാക്കുള്ള ആൾക്കാർക്കാണെങ്കിൽ മാക്സിമം നമ്മൾ കയറ്റി കൊടുക്കും. പ്രൊഫൈൽ ഒന്നും നോക്കല്ല, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഒരു 50,000 മുടക്കിൽ ഇറക്കാം. 50,000 മുടക്കില്ല, ധൈര്യമായിട്ട് ഇറക്കാം. പെട്രോൾ ആകുമ്പോൾ മൈലേജ് കിട്ടും? പെട്രോൾ ആകുമ്പോൾ ഒരു 16 17 15 മുതൽ 17 വരെ 15 മുതൽ 17 വരെ മൈലേജ് കിട്ടും. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇവർക്കൊക്കെ എണ്ണ അടിച്ചാൽ മാത്രം മതി. എണ്ണ അടിച്ചാൽ മതി. നല്ല വണ്ടി, ടയർ കാര്യങ്ങൾ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇജ്ജായി വണ്ടി ഇപ്പോൾ അടുത്തൊന്നും കാര്യമില്ല. ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഉണ്ട്. അത് യാതൊരു അംശമില്ല. ഒക്കെ ഉണ്ടല്ലോ. ഒക്കെ ഉണ്ട്. ഐഡിയുള്ള ഇൻഷൂർ ഉണ്ട് കേട്ടോ. ലോൺ മാക്സിമം കയറ്റി കൊടുക്കും. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ചിന്ന കൈ കൊടുക്കാം. 2014 സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. 14 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ VDI ഡീസൽ വണ്ടി. കിലോമീറ്റർ 1 ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലെ സിംഗിൾ ഓണർഷിപ്പ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റൊക്കെ ഉഷാറ്, ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര വണ്ടി? 3.95. 3,95,000 ചോദിക്കുന്നുണ്ട്. അതിൽ പുതിയ ഇൻഷൂർ നമ്മൾ കെട്ടി കൊടുക്കും. തേർഡ് പാർട്ടല്ലേ? തേർഡ് കെട്ടി കൊടുക്കും. ഫസ്റ്റ് ക്ലാസ് വണ്ടികൾക്ക് അങ്ങനെ കൊടുക്കും. ഏത് ഇൻഷൂർ നമ്മൾ കെട്ടി കൊടുക്കും? 95 പുതിയ ഫസ്റ്റ് ക്ലാസ് തന്നെ കെട്ടി കൊടുക്കാമല്ലേ? ലോൺ എത്ര കയറുമ്പോ? ലോൺ നമുക്കൊരു 3.25 3.5. മാക്സിമം ലോൺ വരും. ട്രാക്കുള്ള ആൾക്കാണെങ്കിൽ 3.5 വരെ കയറും. അല്ലാത്തവർക്ക് 3 3.25 3.5 അലവിലൊക്കെ കയറും. എന്തായാലും 50 60 രൂപ വണ്ടി വണ്ടി ഇറക്കാം. ധൈര്യമായിട്ട് ഇറക്കാം. നല്ല വണ്ടി സിംഗിൾ ഓണർ അല്ലേ. ഡീസൽ 18 കിട്ടില്ല മൈലേജ്? 18 അല്ല 20 എന്താ സംശയം? 20 എന്തായാലും കൺഫേം ആണ്. 18 നല്ല ഹൈ ക്വാളിറ്റി വണ്ടി, ഫുൾ ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ കിഡ് ആണ്. ചോപ്പ് കളർ. എങ്ങനെ പോലുണ്ട്? ഇത് 2017 ഓട്ടോമാറ്റിക്. വെള്ളം കണ്ടു. അതേ സാധനം തന്നെയാണ്. അതേ സാധനം തന്നെയാണ്. ഇത് 35,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അത് 65 ഓടിക്കുന്നുണ്ട്. അത് സിംഗിൾ ഓണർ, ഇത് സെക്കൻഡ് ഓണർ. അങ്ങനെ രണ്ടു വരെ വില കൊടുക്കാം. ഒരേ കൊടുക്കും. ഇത് നമ്മൾ 3.40 ചോദിക്കുന്നുണ്ട്. 3,40,000 വണ്ടിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കൊട്ടിച്ചു കൊടുക്കാം. ആ വണ്ടി അതേമാതിരി കൊടുക്കട്ടോ. ആ വണ്ടി ആ വിലക്കാരെ കൊടുക്കാം. അത് നമ്മള് എന്താ വെച്ചാൽ പച്ച വിലട്ടാണ് ഇട്ടതാണല്ലേ. ഇതേ റേറ്റ് തന്നെ. രണ്ടും ഒരേ സെയിം റേറ്റ്. സെക്കൻഡ് ഓണർ വ്യത്യാസമുള്ളൂ. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ടയറൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടും. കമ്പനി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കറക്റ്റ് ഓട്ടോ കാര്യങ്ങളൊക്കെയാണ്. ഒക്കെ ഉള്ള വണ്ടിയാണ്. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 2.25 3 ഉറുപ്പിക വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ട്രാക്ക് 3 ഉറുപ്പിക വരെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് കുറയുന്നുള്ളൂ. ഒരു 10,000 മുടക്കിൽ ഇറക്കാം. അത് ഏത് വണ്ടി ഇറക്കാം. എല്ലാ വണ്ടിയും ഷോപ്പത്തെ എല്ലാ വണ്ടി ഇറക്കാം. എല്ലാം ഇറക്കാം. മൈലേജ് എത്ര ഇടുന്ന? മൈലേജ് എന്തായാലും ഒരു 16 15 അല്ല. ഓട്ടോമാറ്റിക്കിന് മൈലേജ് നോപ്പാണ് വരുന്നില്ലേ? അതെ. അടുത്ത വണ്ടി അൾട്ടോ 800 ആണ്. എങ്ങനെ മോഡലുണ്ട്? ഇത് 2017 മോഡൽ. 2017 മോഡലാണ്. LXI 2 ഡോർ വിൻഡോ വരും. 2 ഡോർ വിൻഡോ വരും. LXI വലിയ മാറ്റുന്നുണ്ടോ? കിലോമീറ്റർ 70 ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലല്ലേ? റീപ്ലേസുകൾ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങൾ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതിയ ബാറ്ററിയാണ്. പുതിയ ബാറ്ററി ഉണ്ട്. സീറ്റുകളൊക്കെ ഉഷാറാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് കൊടുക്കാം. ആ ചോദ്യം തന്നെ അവിടെ അല്ല. ഇത് നമുക്ക് 2.58 ഓഫറിൽ കൊടുക്കാം. 2,58,000. അതിൽ കുറച്ച് കൊടുക്കും. ലോൺ കയറുമോ? ലോൺ നമുക്ക് 2.40 വരെ കൊടുക്കാം. മാക്സിമം ലോൺ കുറ്റപ്പ ലോണല്ലേ? അല്ലാത്തവർക്ക് 10 40 അങ്ങനെ ഇറക്കാം. അടുത്ത വണ്ടി നിസാന്റെ മൈക്ര. ഫുൾ ഓപ്ഷൻ വണ്ടി. XV ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഒക്കെ വരുന്ന വണ്ടി. എങ്ങനെ മോഡൽ വരുന്നുണ്ട്? ബട്ടൺ സ്റ്റാർട്ട് അലവില് കാര്യങ്ങളൊക്കെ വരും. മോഡല് 2015 16 റേസിൽ ഒറിജിനൽ പക്ക കേരള വണ്ടി. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. 1.13 ഓട്ടോ. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ് തട്ടുമുട്ട് കാര്യങ്ങൾ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. ഉഷാറുള്ള വണ്ടി. എത്ര ചോദിക്കണ്ടേ? ഇത് നമുക്ക് 3.55 ചോദിക്കുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കും. കുറച്ച് കൊടുക്കും. ലോൺ ഏകദേശം 3ന്റെ മേലൊക്കെ ഫുള്ള് കയറുമോ? ഏകദേശം കുറ്റപ്പ കയറും. ഫുള്ള് കയറും. അതൊക്കെ 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ 50,000 മുടക്കി കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുപോകാം. 7 സീറ്റ് എർട്ടിക വരെ കൊണ്ടുപോകാം. അവർക്ക് ട്രാക്ക് അത്രയും പക്കമാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്. ഇത് ഡീസലിന്റെ ഡീസൽ മൈലേജ് 20 വില ഉണ്ടാവും. എന്തായാലും കിട്ടും. പറയാം. ധൈര്യമായിട്ട് വരാം. അടുത്ത വണ്ടി ടയോട്ടന്റെ ലിവ ആണ്. ഇത്തിയോസ് ലിവ. ഡോൾട്ടോയുടെ കളർ വരുന്ന വണ്ടി. ഇത് 2018 വണ്ടിയാണ്. ഇത് നമുക്ക് ചെറിയ ഓഫറിൽ കൊടുക്കാം. ചെറിയ ഇതുണ്ട്. ഭാഗത്തിന്റെ ബമ്പർ ഒന്ന് മാറിക്കും. അടിയിൽ പിന്നെ എന്തൊക്കെ പാർട്ടി വണ്ടി വണ്ടിയാണ്. 18 വണ്ടിയാണ്. ഓപ്ഷൻ VXD ഏറ്റവും ഫുൾ ലോഡ്.
എത്ര ഓടിക്കണേ? 1 സംതിങ് ആണ്, 150, 180. അത് കറക്റ്റ് ഇസ്റ്ററുമാണ് എടുത്തിട്ട് പാർട്ടി എടുത്തിട്ട് വന്ന് ചെക്ക് ചെയ്തോട്ടെ. മേജർ ആക്സിഡന്റ് അല്ല, ഈ അപ്രോണെ കുറ്റി കാര്യങ്ങളൊന്നും ചെറിയ ചെറിയ റീപ്ലേസുകൾ അല്ലാതെ മേജർ ഇല്ല. ഹിസ്റ്ററി ഉണ്ടാവും, അത് പറഞ്ഞാൽ തന്നെ കൊടുക്കുള്ളൂ. വണ്ടി നമ്മൾ 7 റുപ്യ കൊടുക്കണേ. സിംഗിൾ ഓണർ വണ്ടി അതിന് 7 റുപ്യ കൊടുക്കാം. 7 ലക്ഷം ചോദിക്കും. പാർട്ടിനോട് സംസാരിച്ചിട്ട് കമ്മിയാക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്തു കുറച്ചും കൊടുക്കാം. ലോൺ ഫുള്ളാ കയറുമോ? ലോൺ ഏകദേശം കയറും. നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഒരു 6.25 റുപ്യ വരെ കയറും, അല്ലാത്തവർക്ക് ഒരു 6.5 വരെ കയറും. ആ ലെവൽ എന്തായാലും കയറും. എന്തായാലും കയറും. കാരണം അതിൽ അംശമൊന്നുമില്ല. ഡീസൽ എത്ര മൈലേജ്? ഡീസൽ എന്തായാലും 20 കിലോമീറ്റർ കിട്ടും. ടയോട്ടന്റെ വണ്ടിയല്ലേ, എന്തായാലും വണ്ടി കുലിക്കുക കുലിമുര വണ്ടിയിലെ 40, 11, 31 നമ്പർ ഉണ്ട് അല്ലേ? അടിപൊളി ചൂടൊപ്പം പോലെ ഇപ്പൊ വന്നതാണ്. ദത്താതൊക്കെ മുതല് അപ്പൊ വന്നിട്ട് കുറഞ്ഞ ഓട്ടോ ഓടിയ 2014 അൾട്ടോ 800 സിംഗിൾ ഓണർ വണ്ടി. 2014 മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒന്നും നോക്കാല്ല, വെറും 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. പോളിസ് കഴിഞ്ഞാൽ വണ്ടി ഇപ്പൊ കൊണ്ടുവരാണ്. ചൂടപ്പം അത് ഗ്രേ കളർ. എങ്കോറുള്ള ഏറ്റവും കൂടുതൽ എങ്കോറുള്ള കളർ. അത് എത്ര ഇത് 2,15,000 റുപ്യ ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിനുള്ള വണ്ടി ഇപ്പൊ പോലീസ് സർവീസ് കഴിഞ്ഞാൽ വണ്ടിയുടെ കയറാണ്. ഏകദേശം കുറ്റിയപ്പോ കയറും. ഒരു 1.25, 1.2 റുപ്യ വരെ. 2.10, 15 വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 18, 20 കിട്ടും. വീടിന്റെ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.